ശ്രീമന്നാരായണീയം ദശകം 24 പ്രഹ്ലാദചരിതം ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേത തനയേ ഭവദ്ഭക്തിം വൈര്യാമഭിഗദതി പൈര്യാകുലധൃതി. ഗുരുഭ്യോ രോഷിത്വാ സഖജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. കഴിഞ്ഞ ശ്ലോകത്തില് പ്രഹ്ലാദന്റെ ആ ഉറച്ച ഭക്തിയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഹിരണ്യകശിപു അസുരന്മാർക്ക് യോജിക്കാത്തതായിട്ടുള്ള പ്രഹ്ലാദന്റെ ആ ഭഗവത് ഭക്തി കണ്ട് അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ഗുരുക്കന്മാരെ ഏർപ്പാട് ചെയ്തു, അവനെ പഠിപ്പിക്കാൻ. എന്നാൽ ഗുരുക്കന്മാർ പഠിപ്പിച്ചതൊക്കെ തിന്മയ്ക്കുള്ളതാണ്, നന്മയ്ക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിയ പ്രഹ്ലാദൻ തൻ്റെ ആ ഭഗവത് ഭക്തിയിൽ ഉറച്ചു തന്നെ നിന്നു. ഗുരുക്കന്മാർ പറഞ്ഞതിനെല്ലാം തള്ളിക്കളഞ്ഞു. അധീതേഷു, അധീതം എന്ന് പറഞ്ഞാൽ പഠിച്ചത്. അധീതേഷു പഠിച്ചവയിൽ വച്ച് ശ്രേഷ്ഠം കിം, ശ്രേഷ്ഠം ഉത്തമം, കിം എന്ത്. ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് കുറച്ചധികം നാള് നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക്, ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് വന്ന പ്രഹ്ലാദനോട് ആ കുട്ടിയെ എടുത്ത് മടിയിലൊക്കെ ഇരുത്തി ചോദിക്കുകയാണ്, ഇത്രയും നാൾ പഠിച്ചവയിൽ വച്ച് ഉത്തമമായിട്ടുള്ളത് എന്താണ്? നീ പഠിച്ചതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ് ഇതി എന്ന്. പരിപൃഷ്ടേ, പരിപൃഷ്ടേ എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചപ്പോൾ, ചോദിക്കപ്പെട്ട തനയേ മകൻ, ഹിരണ്യകശിപുവിനാൽ ചോദിക്കപ്പെട്ട ആ മകൻ പ്രഹ്ലാദൻ. ഹിരണ്യകശിപു ചോദിച്ചു, പഠിച്ചവയിൽ വെച്ച് ഏറ്റവും ഉത്തമം ഏതാണ്? ഇത്രയും നാളും പഠിച്ചല്ലോ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മകൻ എന്താണ് മറുപടി പറയുന്നത്? ഭവത് ഭക്തിം വൈര്യാം, ഭഗവത് ഭക്തിയാണ് വൈര്യാം ഉത്തമം എന്ന് അഭിഗദതി, നേരിട്ട് പറഞ്ഞു. ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, ഞാൻ പഠിച്ചതിൽ വച്ച് ഏറ്റവും ഉത്തമമായത് ഭഗവത് ഭക്തി തന്നെയാണ്. അപ്പോഴോ, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴോ, അഥ അപ്പോൾ പര്യാകുലധൃതി, സന്തോഷം പൊയ്പോയവനായി. അതായത് ഹിരണ്യകശിപുവിന്റെ ആ സന്തോഷം എല്ലാം അങ്ങോട്ട് പോയി ഇത് കേട്ടപ്പോൾ. ഇത് പഠിക്കാനാണോ ഇവനെ പറഞ്ഞു വിട്ടത്? അസുരക്കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഭഗവത് ഭക്തിയിൽ നിന്ന് ഇവന്റെ മനസ്സിനെ മാറ്റിയെടുക്കാനാണ് ഗുരുക്കന്മാരോട് പഠിപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ എന്താ ഇവിടെ ഭഗവത് ഭക്തി ഒന്നുകൂടി ഉറച്ച രീതിയിലാണ് ഇപ്പോൾ പ്രഹ്ലാദൻ പറയുന്നത്. അപ്പൊ ഹിരണ്യകശിപുവിന്റെ സന്തോഷം എല്ലാം പോയി. ഗുരുഭ്യോ രോഷിത്വ, ഗുരുക്കന്മാരുടെ നേരെ രോഷിത്വ കോപിച്ചു, ഗുരുക്കന്മാരോടൊക്കെ ദേഷ്യപ്പെട്ടു. ഇതാണോ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. പിന്നീട് അസ്യ സഹജമതി, ഇത് അസ്യ ഇവന്റെ, അതായത് പ്രഹ്ലാദന്റെ സഹജ മതി, മതി എന്ന് പറഞ്ഞ ബുദ്ധി, അതായത് ജന്മനാ ഉള്ള ബുദ്ധിയാണ് ഇവന്റെ, ഞങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല എന്ന് ഈ ഗുരുക്കന്മാര് തിരിച്ച് പറഞ്ഞു ഹിരണ്യകശിപുവിനോട്. ഞങ്ങളൊന്നും പഠിപ്പിച്ചതല്ല ഇത്, ഞങ്ങൾ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്, പക്ഷെ ഇത് ഇവന് ജന്മനാല് ഉള്ള കിട്ടിയിരിക്കുന്ന ബുദ്ധിയാണ്, സ്വാഭാവികമായിട്ടും ഉള്ളവന്റെ ബുദ്ധിയാണിത്. ഇതി എന്ന് അഭിവിദൻ നല്ലവണ്ണം
പറഞ്ഞ് ഹിരണ്യകശിപുവിനെ മനസ്സിലാക്കിച്ചു. ഭവത് പാദശരണേ, അവിടുത്തെ പാദശരണേ, പാദാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച അസ്മിൻ, ഇവന്റെ നേരെ, ഭഗവത് പാദങ്ങളെ ശരണം പ്രാപിച്ച ഈ പ്രഹ്ലാദന്റെ നേരെ വധോപായാൻ, ഉപായാൻ, കൊല്ലാനുള്ള ഉപായങ്ങൾ, മാർഗങ്ങള് വേദനുത പ്രയോഗിച്ചു. അപ്പൊ ഇവിടെ ഹിരണ്യകശിപുവിന് ആ സന്തോഷമെല്ലാം കൂടി പോയി. ഇവന് മറുപടി കേട്ടപ്പോൾ തന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരോടൊക്കെ കോപിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇവന് ജന്മനാ തന്നെ കിട്ടിയിരിക്കുന്ന ബുദ്ധിയാണിത്, അല്ലാതെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല എന്ന് ഹിരണ്യകശിപുവിനെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഹിരണ്യകശിപുവിന് വളരെയധികം കോപമായി. ഇവനെ ഇനി വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവനെ കൊന്നുകളയാം. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നീ ഇവിടെ ആലോചിച്ച് അവയെല്ലാം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.